ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റേസു വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നോക്കാം. അതിനായിട്ട് ഇവിടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, പിന്നെ ഒരല്പം ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 4 മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാൻ ഫ്രിഡ്ജിലാണ് കേട്ടോ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് 4 മണിക്കൂറിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരല്പം കോൺഫ്ലവർ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓയിലൊക്കെ ചൂടായി വന്നതിന് ശേഷം നമുക്കിത് ഓരോ പീസുകളായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് എല്ലാ ചിക്കൻ പീസുകളും നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ എല്ലാ ചിക്കൻ പീസുകളും ഇവിടെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലോട്ട് സവോള ഇട്ട് കൊടുക്കണം. സവോള ഇട്ട് വഴറ്റുമ്പോൾ ഒരല്പം ഉപ്പ് പൊടിയും കൂടി ചേർത്തിട്ട് വേണ്ടോ നമ്മളിതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിവിടെ സവോളയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി മസാലകൾ ചേർക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ഇത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകളും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരല്പം പെരിഞ്ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പെരിഞ്ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഇതവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ഇനി മല്ലിയിലയും കൂടി അരിഞ്ഞതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോളും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയും വേണം. അപ്പോൾ അടുത്ത പ്രാവശ്യം മറ്റൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.